ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ പ്രൊഫഷണൽസ് ആണ്. ഇത് കംപ്ലീറ്റ് ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റത് ഡാറ്റ അനലിസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അപ്കോഡിൽ നിങ്ങൾ കോഴ്സ് ചെയ്യുന്ന ആളുകൾ ഡാറ്റ സയൻസ് AML കോഴ്സ് എടുത്തിട്ടുള്ളവർക്ക് ആദ്യം കവർ ചെയ്യുക ഡാറ്റ അനലിസ്റ്റാണ്. അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റിൻ്റെ കോഴ്സ് എടുത്തിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഈ കംപ്ലീറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ അനലിസ്റ്റാണ്. അപ്പോൾ ഈ ഡാറ്റ അനലിസ്റ്റിൻ്റെ മെയിനായിട്ട് വരുന്ന റോൾ എന്തൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യുക, റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ക്രിട്ടിക്കലായിട്ടുള്ള ബിസിനസ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കുക. ഇതെല്ലാമാണ് അവരെ റിപ്പോർട്ട്സും വിഷ്വലൈസേഷൻസും ചാർട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് അവരെ പ്രൈമറി റോൾ എന്ന് പറഞ്ഞിട്ട് വരിക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല കമ്പനീസിലും ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ് ആ ടേം ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഡാറ്റ അനലിസ്റ്റായിട്ട് ഹയർ ചെയ്തിട്ടുള്ള ഒരാളെ കൊണ്ട് ഇന്നതേ ചെയ്യിപ്പിക്കൂ, അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ കുറച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ല, ഞാൻ ഡാറ്റ അനലിസ്റ്റാണ്, അങ്ങനെ പറയാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം അത് അത്ര ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയകളല്ല അതൊന്നും. പക്ഷേ മോറോർലെസ് ഒരു മൊത്തത്തിലുള്ളൊരു ഇൻഡസ്ട്രി ട്രെൻഡ് വെച്ചിട്ടുള്ളതാണ് ഈ ഡീറ്റെയിൽസ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇവരെ സ്കിൽസായിട്ട് വേണ്ടി വരാം, SQL വേണ്ടി വരും, Excel അറിയേണ്ടി വരും, അതേപോലെ BI ടൂൾസ് ആയിട്ടുള്ള ടാബ്ലോ പവർ BI പോലത്തെ BI ടൂൾസിൻ്റെ നോളജ് വേണ്ടി വരും, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ, അതേപോലെ മറ്റു കുറേ സ്കില്ലുകളുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസൻറ്റേഷൻ സ്കില്ല്, ഇതെല്ലാം വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അപ്കോഡിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് തന്നെ കുറേ പാർട്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കും, PPT ഉണ്ടാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കും, ഡൊമൈനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നിങ്ങൾക്ക് പല പ്രസൻറ്റേഷൻസും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് ചെയ്യിപ്പിക്കാനുള്ള കാരണം ഇതാണ്. ഇത് ശരിക്കും നമ്മളൊരു ഡെവലപ്പർ ചെറിയൊരു ഫംഗ്ഷനാലിറ്റി എടുത്തിട്ട് ഇരുന്ന് കോഡ് ചെയ്യുന്ന പോലെ അല്ല ശരിക്കും ഡാറ്റ പ്രൊഫഷണൽസിൻ്റെ അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റിൻ്റെ വർക്കുകളെല്ലാം വരുന്നത്. അതിൽ അവർക്ക് നേരത്തെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിസിനസ്സിൻ്റെ ലീഡേഴ്സിനായിട്ടെല്ലാം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്കഷൻസും മീറ്റിംഗ്സും അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സും റെക്കമെൻഡേഷൻസും ഷെയർ ചെയ്യുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള സ്കില്ലുകളും കാര്യങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡൊമൈൻ നോളേജ് അവരെ സംബന്ധിച്ച് അബ്സല്യൂട്ട്ലി ക്രിറ്റിക്കലാണ്. കാരണം ഡൊമൈൻ നോളേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നുള്ള ഫൈൻഡിങ്സും പാറ്റേൺസും മനസ്സിലാക്കുന്നിടത്ത് എല്ലാം ഇൻകംപ്ലീറ്റ് ആയിരിക്കും. കാരണം നമുക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളും വെച്ചിട്ട് ആ ഒരു ബൗണ്ടറിയിൽ നിന്നായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊന്നും വെച്ചിട്ട് കമ്പനിക്ക് ഒരു ഡിസിഷൻസ് എടുക്കുന്ന രീതിയിലേക്കുള്ള ഇൻസൈറ്റ്സ് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കൽ വർക്കൗട്ട് ആവില്ല. അപ്പം ഡൊമൈൻ നോളേജ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ക്രിറ്റിക്കലാണ് ഈ ഒരു ഡാറ്റ അനലിസ്റ്റ് പൊസിഷനിൽ. അതേപോലെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ അനാലിസിസ്, ഇങ്ങനെയുള്ള ടീംസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കും. അപ്പം ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്, ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ അനാലിസിസ്. ഐ എം ഡൂയിങ് ഡാറ്റ അനാലിസിസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിക്കാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ആ ഫീൽഡിനെ അല്ലെങ്കിൽ ആ ഡിസിപ്ലിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാറ്റ അനലിറ്റിക്സ്. ഓക്കെ. ഇനി ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആ വർക്ക് ചെയ്യുന്ന ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന ആ വ്യക്തിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഡാറ്റ അനലിറ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടാവുക. കമ്പനിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പേര് ഒരുപക്ഷെ ഡാറ്റ അനലിറ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടേമുകൾ പല കമ്പനീസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിളി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആക്ടിവിറ്റിനാണ് ഡാറ്റ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ആ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാറ്റ അനലിറ്റിക്സ്. അത് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ആ റോളിലുള്ള ആളുകളെ വിളിക്കുന്നതാണ് ഡാറ്റ അനലിസ്റ്റ്. ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് വേറൊരു പ്രൊഫഷനാണ് ബിസിനസ് അനലിസ്റ്റ്. ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഈ അതിൻ്റെ കൂടെ ആളുകൾ പറയുന്ന ഒരു പൊസിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുമാത്രമല്ല അവർക്ക് ഡൊമൈൻ നോളജും വളരെ അത്യാവശ്യമുള്ള ആൾക്കാരാണ്. അപ്പം ഈ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ടീമിൻ്റെയും ടെക്നിക്കൽ ടീമിൻ്റെ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നിക്കൽ ടീമിൻ്റെ ഇടയിലും ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് ടീമിനോട് അവർക്ക് ബിസിനസ് നോളജ് വേണം. ആ ടീം ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്, ലീഡേഴ്സിനോടും മറ്റും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരോടെല്ലാം മീറ്റിങ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സോഫ്റ്റ്വെയർ എന്താണ്, അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടത്, അതെല്ലാം കംപ്ലീറ്റ്ലി മനസ്സിലാക്കി, റിക്വയർമെൻ്റ് എല്ലാം മനസ്സിലാക്കി, എന്നിട്ട് ടെക്നിക്കൽ ടീമിന് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് ടെക്നിക്കൽ ടീമിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു റോളാണ്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ടെക്നിക്കൽ ടീമിൻ്റെയും ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. അവർ പക്ഷേ നമ്മൾ ഡാറ്റ പ്രൊഫഷണൽസിൻ്റെ പോലെ
ഡാറ്റ വെച്ചിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആൾക്കാരല്ല ശരിക്കും, അവർ ബിസിനസ് അനലിസ്റ്റാണ്. ബിസിനസ് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി ടെക്നിക്കൽ ടീമിന് പാസ് ചെയ്ത് കൊടുക്കുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന അവരെ മെയിൻ സ്കിൽസ് വേണ്ടത് റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്യാൻ അവർക്ക് പറ്റണം, പ്രോസസ്സ് ബിസിനസ്സിലെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം മാപ്പ് ചെയ്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാനേജ് ചെയ്ത് റിക്വയർമെൻറ്റ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കി ഡോക്യുമെൻറ്റേഷൻ സ്കില്ല്, ഇതുപോലത്തെ സ്കില്ലുകളാണ് ശരിക്കും ബിസിനസ് അനലിസ്റ്റ് ഉള്ള റോളുള്ള ആളുകൾക്ക് വേണ്ടത്. അവർക്കും ഡൊമൈൻ നോളജ് വളരെ ക്രിറ്റിക്കലാണ്, എന്നാലേ അവർക്ക് ആ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഡാറ്റ അനലിസ്റ്റ് പോലെ തന്നെ അല്ലെങ്കിൽ പല കമ്പനീസിലും ഡാറ്റ സയൻറ്റിസ്റ്റും ഡാറ്റ അനലിസ്റ്റും ഒരേ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് തമ്മിൽ കണക്റ്റഡാണ്, ഡാറ്റ അനലിസ്റ്റും ഡാറ്റ സയൻറ്റിസ്റ്റും. ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്ന വർക്കിനേക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരെ ഈ ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇപ്പം പ്രൊഡിക്റ്റീവ് മോഡൽസ്, AI മോഡൽസ് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൻ്റെ കേസിൽ ഇപ്പം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് അവർ കൊമേഴ്സിലൂടെ പ്രോഡക്റ്റ് ബ്രൗസ് ചെയ്ത് കാർട്ടിൽ ആഡ് ചെയ്ത് സെർച്ച് ചെയ്ത് പേയ്മെൻറ്റ് ഓർഡർ പ്ലേസ് ചെയ്തതിൻ്റെ എല്ലാം ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഡാറ്റ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവർക്ക് പല റെക്കമെൻഡേഷൻ എൻജിൻസ് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് സ്റ്റോക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വർഷം അപ്പം അടുത്ത ഇയറിൽ മാർച്ച് ഏപ്രിൽ മെയ് സമയത്ത് അല്ലെങ്കിൽ സമ്മർ ടൈമിൽ ഏതൊക്കെ പ്രോഡക്റ്റ് എത്രത്തോളം സ്റ്റോക്ക് ചെയ്യണമെന്നുള്ള അവർക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കേസിൽ അവർക്കറിയാം, ഹോസ്പിറ്റലിൽ നമുക്ക് മെഡിസിൻ അല്ലെങ്കിൽ മറ്റുള്ള ഐറ്റംസും കാര്യങ്ങളും സെയിൽസ് എല്ലാം നടക്കുന്നുണ്ടാവും. ആളുകൾ ഫാർമസിയിലൊക്കെ എസ്പെഷ്യലി ആളുകൾ അസുഖത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന സീസണിൽ, ഇപ്പം റെയിനി സീസണിലാണെന്നുണ്ടെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് കൂടുതൽ സ്റ്റോക്ക് ചെയ്യണം. അങ്ങനെ അവർക്ക് പലതിൻ്റെയും ബേസ് ചെയ്തിട്ട്, അത് സീസണൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല, വേറെ കുറേ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽസിനെ കൂടെ ചെയ്യാൻ പറ്റുന്ന, അതും കൂടെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി അവർക്ക് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗിക്കേണ്ടി വരും, അതിൻ്റെ സ്കിൽ അവർക്ക് വേണ്ടി വരും. അപ്പോൾ അതെല്ലാം ചെയ്യാൻ കൂടെ പറ്റുന്ന, ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്ന റോളിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കാര്യങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ആ റോളിനാണ് നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് ആ ഡിസിപ്ലിനെ വിളിക്കുന്ന പേരാണ്, ആ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡാറ്റ സയൻറ്റിസ്റ്റ്. ഓക്കെ. അപ്പോൾ അതിന് മെയിനായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ടൂൾസിൻ്റെ സ്കില്ല് പല കമ്പനീസിലും ആവശ്യമുണ്ടാകും. കാരണം പല സമയത്ത് ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പല ഡാറ്റ അനാലിസിസിൻ്റെ പല പാർട്ടുകളും അവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സ്കിൽസ് കൂടുതലും കമ്പനീസിൽ അവർക്ക് ആവശ്യമുണ്ടാകും. അത് കൂടാതെ അവർക്ക് പൈത്തൺ അല്ലെങ്കിൽ R പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ നോളജ് ആവശ്യമുണ്ടാവും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് അവർക്ക് ആവശ്യമുണ്ടാവും. മെഷീൻ ലേണിംഗ് അൽഗോരിതംസും കാര്യങ്ങളും അവർക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ. അവരെ സംബന്ധിച്ച് ഡൊമൈൻ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഡാറ്റ പ്രൊഫഷണൽസിൽ വരുന്ന വേറെ ഒരു ടീമാണ് ഡാറ്റ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഈ ഡാറ്റ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർ അനലൈസ് ചെയ്യുന്ന ആൾക്കാരല്ല. പല ആൾക്കാരെയും കൺഫ്യൂഷൻ അതാണ്. ഡാറ്റ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ അനലിസ്റ്റോ ഡാറ്റ സയൻറ്റിസ്റ്റോ ചെയ്യുന്ന പോലെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആളുകളല്ല അവർ ശരിക്കും ചെയ്യുന്നത് ഈ ഡാറ്റ അനലിസ്റ്റും ഡാറ്റ സയൻറ്റിസ്റ്റ് ആ ഡിഫറെൻറ്റ് റോളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ താഴെ നമ്മൾ പറയുന്ന ബിസിനസ് ഇൻ്റലിജൻസ് ഡെവലപ്പർ, ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഡാറ്റ വേണം. ഈ ഡാറ്റ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർ മാർക്കറ്റിങ്ങിൻ്റെ റിസർച്ച് ചെയ്യുന്ന ടീം അവർ മാർക്കറ്റിങ്ങിൽ സർവേ എല്ലാം നടത്തുന്നുണ്ടാവും. അതൊരു ചിലപ്പം വേറെ അതിനുവേണ്ടി ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ നിന്ന് ചിലപ്പോൾ ഡാറ്റ വരുന്നുണ്ടാവും. ചിലപ്പോൾ അവരെ ഡാറ്റ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അവർ കഴിഞ്ഞ ഡാറ്റ വരുന്നുണ്ടാവും. സെല്ലേഴ്സ് പല സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസൊന്നും അവർക്ക് ഡാറ്റ കിട്ടണം. ഡാറ്റ കിട്ടിയാലല്ലേ ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഡാറ്റ കിട്ടാനുള്ള അതിൻ്റെ ഡാറ്റ പൈപ്പ് ലൈൻസ് ബിൽഡ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് വേണ്ടിയുള്ള സെർവറുകളും കമ്പ്യൂട്ടറും മറ്റുള്ള പ്രോസസ്സുകളെല്ലാം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. അതിൻ്റെ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പല കമ്പനീസിലും ഡാറ്റ ആർക്കിടെക്റ്റ് ഉണ്ടാവും. അതൊരു പക്ഷേ ഫുൾ ടൈം ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഉണ്ടാവുക. ചില സ്ഥലത്ത് വലിയ കമ്പനീസൊക്കെ ആണെങ്കിൽ ഡാറ്റ ആർക്കിടെക്റ്റും കൂടെ ഉണ്ടാവും. ചില കമ്പനീസിൽ ഡാറ്റ എഞ്ചിനീയർ തന്നെയായിരിക്കും അതും കൂടെ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ആർക്കിടെക്ചർ നമ്മൾ ഇപ്പം ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്തിട്ടല്ലേ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അതേപോലത്തെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് ആദ്യം നമ്മളൊരു പ്ലാനിങ് ഉണ്ടാക്കുക, ആ കംപ്ലീറ്റ് പ്ലാനിങ് ആർക്കിടെക്ചർ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഡാറ്റ എഞ്ചിനീയർ എന്ന് പറയുന്ന ആൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആളുകളെ അല്ല. ഓക്കെ. അവർ അതിനെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഡാറ്റ പൈപ്പ് ലൈൻസ് ബിൽഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന, ആർക്കിടെക്ചർ നോക്കുന്ന, അതെല്ലാം നോക്കുന്ന ആൾക്കാരാണ് ഡാറ്റ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്.
അവർക്ക് സ്കില്ല് വേണ്ടി വരിക ഡാറ്റാബേസ് സിസ്റ്റംസിനെ കുറിച്ചുള്ള സ്കില്ല് വേണ്ടി വരും, ഡാറ്റ വെയർഹൗസിനെ കുറിച്ചുള്ള സ്കില്ല് വേണ്ടി വരും, അതേപോലെ പ്രോഗ്രാമിംഗ് നോളജ് കുറച്ച് വേണ്ടി വരും, അതേപോലെ ഡിഫറെൻറ്റ് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് AWS, Azure, GCP പോലത്തെ ക്ലൗഡ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചുള്ള നോളജ് വേണ്ടി വരും. ഇതെല്ലാം അവർക്ക് വേണ്ടി വരിക. അവരെ സംബന്ധിച്ച് ഡൊമൈൻ നോളജ് ഉണ്ടായാൽ നല്ലതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ്, അബ്സല്യൂട്ട്ലി ക്രിട്ടിക്കലൊന്നുമല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ വർക്ക് ചെയ്യുന്ന ഡൊമൈൻസിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റകളുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ഹൈ ലെവൽ നോളജിൽ ഉണ്ടാകുന്നത് അവർക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഈ ഡാറ്റ എഞ്ചിനീയർ റോള് മനസ്സിലാക്കുക, അവരുടെ സ്കിൽസ് മനസ്സിലാക്കുക. ഇനി മറ്റൊരു റോളാണ് ബിസിനസ് ഇൻ്റലിജൻസ് ഡെവലപ്പർ. ഈ ബിസിനസ് ഇൻ്റലിജൻസ് ഡെവലപ്പർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഈ BI ടൂൾസ്, ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ് കുറേ എണ്ണമുണ്ട്. ഇപ്പോൾ നമുക്ക് എക്സൽ അതിൽ പറയാൻ പറ്റുന്ന ടൂളാണ്. മൈക്രോസോഫ്റ്റിൻ്റെ പവർ BI ഉണ്ട്. മൈക്രോസോഫ്റ്റ് പവർ BI എന്ന് തന്നെയാണ് അവർ പേര് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ടാബ്ലോ പോലത്തെ ടൂൾസ് ഉണ്ട്. അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ, അതിലേതെങ്കിലും ഒരു ടൂളിൽ, ഇപ്പം പവർ BI ഡെവലപ്പർ മിക്കവാറും പവർ BI ഡെവലപ്പർ തന്നെയാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ അങ്ങനത്തെ ടൂൾസിൽ വർക്ക് ചെയ്യുന്ന, അതിൽ ശരിക്കും ഡാറ്റ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് അവർക്ക് ഡിഫറെൻറ്റ് ചാർട്ടുകളും റിപ്പോർട്ട്സും ഡാഷ്ബോർഡ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ആ ടൂൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ETL നമ്മൾ പഠിക്കും, എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ് എന്ന് പറയുന്ന പ്രോസസ്സുകൾ. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഡാറ്റ മോഡലിങ്, BI പ്ലാറ്റ്ഫോംസ് ഉള്ള സ്കിൽസ്, ഇതെല്ലാം അവർക്ക് വേണ്ടി വരുന്ന സ്കിൽസ്. അപ്പോൾ അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ആ ടൂൾസ് ഉപയോഗിച്ചിട്ട്, പവർ BI ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ പവർ BI ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ റിപ്പോർട്ട്സും ഡാഷ്ബോർഡ്സും അതിന് വേണ്ടിയുള്ള ഡാറ്റ മോഡലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഈ BI ഡെവലപ്പർ റെസ്പോൺസിബിലിറ്റി. അവരെ സംബന്ധിച്ച് ഡൊമൈൻ നോളജും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് അതെല്ലാം ഉണ്ടെങ്കിലേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പല കമ്പനീസിലും ഈ ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മിക്കവാറും ഈ ഡ്യൂട്ടിയും കൂടെ ചെയ്യേണ്ടി വരും. BI ഡെവലപ്പറുടെ ഡ്യൂട്ടിയും കൂടി പല കമ്പനീസിലും ചെയ്യേണ്ടി വരും. അപ്പം അത് ശരിക്കും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ കോഴ്സിൽ, അപ്കോഡിൻ്റെ കോഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഡാറ്റ സയൻസ് AML കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് കവർ ചെയ്യും, അതേപോലെ ഈ BI ഡെവലപ്പർ പോസ്റ്റ് കവർ ചെയ്യും, ഡാറ്റ സയൻറ്റിസ്റ്റ് റോള് കവർ ചെയ്യും. അതുകൂടാതെ നമ്മൾ പൈത്തൺ എന്തായാലും പഠിക്കുന്നുണ്ട്. അപ്പോൾ പൈത്തൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചിട്ട് പൈത്തൺ ബാക്ക് ഡെവലപ്മെൻറ്റും കൂടെ നമ്മൾ കവർ ചെയ്യും. പിന്നെ ML എഞ്ചിനീയർ റോളും കൂടെ നമ്മൾ കവർ ചെയ്യും. ഇത് 5-6 പൊസിഷൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അപ്കോഡിൻ്റെ ഈ ഡാറ്റ സയൻസ് AML കോഴ്സിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതങ്ങനെ ചെയ്യാനുള്ള കാരണം പല ഇൻഡസ്ട്രീസിലും പല റോളുകളും, ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും പല കമ്പനീസിലും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒറ്റ കോഴ്സാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ഡാറ്റ അനലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ് ആണെങ്കിലും ഡിഫറെൻറ്റ് റോൾസിൽ ഈ ഡൊമൈൻ നോളജ് വളരെ ക്രിട്ടിക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്കോഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ ടൈം മുതൽ തന്നെ ഡൊമൈൻ പഠിക്കലും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, അത് ഇനീഷ്യൽ ടൈം ഫസ്റ്റ് വീക്ക് മുതൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം അത് അത്രയും അബ്സല്യൂട്ട്ലി ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ്. ഈ പൊസിഷനിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം, ഡൊമൈൻ നോളജ് ഇസ് അബ്സല്യൂട്ട്ലി ക്രിട്ടിക്കൽ. അതുകൊണ്ടാണ് നമ്മളതിനെ അത്രയും സ്ട്രെസ്സ് കൊടുത്തിട്ട് നമ്മൾ ടൂൾസിന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മൾ ഡൊമൈൻ പഠിക്കുന്നതും ബിസിനസ്സിനെ കുറിച്ച് ഡെപ്തിൽ പോകുന്നത്. അത് കാരണം ഒരു ബിസിനസ് ഇൻഡസ്ട്രീനെ കുറിച്ച്, ഇപ്പോൾ നിങ്ങളൊരു ഇൻഡസ്ട്രീനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, E-commerce കുറിച്ച് നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡൊമൈനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു, ആ പഠിക്കുന്ന പ്രോസസ്സുകൾ അടുത്ത ഡൊമൈനിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മോറുള്ള സെയിം പാറ്റേൺസ് തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ ബിസിനസ്സിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതിൽ വരുന്ന ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോസ്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഇതെല്ലാം അതിന് ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകൾ, ഇപ്പം അപ്കോഡിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ഡൊമൈൻ എടുത്ത് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നിങ്ങൾ ചൂസ് ചെയ്തു, അത് നിങ്ങൾ ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇൻഡസ്ട്രി നിങ്ങൾക്ക് അറിയാം എങ്ങനെ പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി ചിലപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ച് ചിലപ്പോൾ E-commerce ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റൽ ഡൊമൈനിലാണ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ഡൊമൈനിലാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്സ്, നിങ്ങൾ പോകേണ്ട റൂട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അപ്കോഡിൽ നമ്മൾ ഇനീഷ്യൽ ടൈം മുതൽ തന്നെ നമ്മൾ ഡൊമൈൻ അത്രയും സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഡെപ്തിൽ പോകുന്നതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൂൾസും സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയാണ് അത് നമ്മൾ പഠിക്കലും അതിലെ റിസർച്ചും കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ക്വിക്കായിട്ട് ഈ ഡിഫറെൻറ്റ് റോൾസിലുള്ള, ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ്, ഇതിലുള്ള ഡിഫറെൻറ്റ് റോൾസിലുള്ള ജോബിന് മാർക്കറ്റിൽ കമ്പനീസ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിനു വേണ്ടി ഞാൻ Naukri.com എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഇതൊരു ജോബ് പോർട്ടലാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജോബ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ലോകത്ത് എസ്പെഷ്യലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിലേ ചെയ്യുന്ന, IT ഫീൽഡിൽ റിലേ ചെയ്യുന്ന കമ്പനിയാണ് അല്ലെങ്കിൽ പോർട്ടലാണ് Naukri. ഇവിടെ വന്നിട്ട് ഞാൻ
ഡാറ്റ അനലിസ്റ്റ് എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. ഡാറ്റ അനലിസ്റ്റ് സെർച്ച് ചെയ്ത് എനിക്ക് ഒരു ഡാറ്റ അനലിസ്റ്റിന് ഒരുപാട് ജോബ്സ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഇതിൽ രണ്ടാമത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഞാൻ ഈ ഒരു ജോബ് എടുത്തു. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർ ചെയ്യേണ്ട അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളെല്ലാം, അവരെന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ അനലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ചില കമ്പനീസിലിപ്പം വി ആർ ലുക്കിംഗ് ഫോർ ഡാറ്റ അനലിസ്റ്റ് ഹു ക്യാൻ ക്രിയേറ്റ് അനലിറ്റിക്കൽ റീകൺസിലിയേഷൻ മോഡൽസ്, റിപ്പോർട്ട്സ് ആൻഡ് MIS ഓൺ ഫിനാൻഷ്യൽ ഡാറ്റ. ഇവർ വർക്ക് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഡൊമൈനാണ്. അതേപോലെ അവരുടെ തന്നെ SaaS മോഡലുള്ള ഡാറ്റ അനലിസിൻ്റെ ടൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡാറ്റ അനാലിസിസ് അവർ ചെയ്യേണ്ടി വരും, ഡാറ്റ പ്രോസസ്സിങ് ചെയ്യേണ്ടി വരും, ക്വാളിറ്റി അഷുറൻസ്, ഫിനാൻഷ്യൽ റീകൺസിലേഷൻ റിപ്പോർട്ടിങ്. ഇവിടെ എല്ലാം ഫിനാൻഷ്യൽ ഡൊമൈനിലായതുകൊണ്ട് ഫിനാൻഷ്യൽ ഡൊമൈൻ നോളജ് ക്രിറ്റിക്കലായിരിക്കും. അതേപോലെ ക്ലയൻറ്റ് സപ്പോർട്ട് ആൻഡ് കൊളാബറേഷൻസ്, കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അവർ ചെയ്യേണ്ട. അതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആവശ്യമുള്ള ലാംഗ്വേജ് അവർ പൈത്തൺ, ജാവ, ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇതിൽ മിക്കവാറും പൈത്തൺ ലാംഗ്വേജ് മസ്റ്റ് ആയിരിക്കും. അതേപോലെ SQL നല്ല രീതിയിൽ അറിയണം. ഇങ്ങനെ അത്യാവശ്യം രീതിയിൽ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വാളിഫിക്കേഷനായിട്ട് ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി. ഇനി നമുക്ക് വേറെ ഒന്നെടുത്തിട്ട് നോക്കാം. ഇതിൽ ഞാൻ വേറെ ഒന്ന് ഒരു 4 to 8, ഇത് 0 to 1 ഇയറിൻ്റെ എക്സ്പീരിയൻസിൻ്റെതാണ്. അതേപോലെ ഇവിടെ ഒരു 1 to 3 ഇയേഴ്സിൻ്റെതുണ്ട്. അപ്പോൾ അവരുടേതായ റിക്വയർമെൻറ്റ്സ് അവർ പറഞ്ഞു. നിങ്ങൾക്ക് നോക്കിയാൽ കുറച്ച് ധാരണ നിങ്ങൾക്ക് കിട്ടും ഏകദേശം. അതേപോലെ ഇതൊരു ബാങ്കോക്ക് ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനീൻ്റെതാണ്. ഇപ്പോൾ ഇവരെ റെസ്പോൺസിബിലിറ്റി ഒരു ഡാറ്റ കളക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഡാറ്റ അനാലിസിസ്, റിപ്പോർട്ടിംഗ് ആൻഡ് വിഷ്വലൈസേഷൻ, കൊളാബറേഷൻ വിത്ത് ടീംസ്. ഇപ്പോൾ ഇതിൽ അവർക്ക് ബിസിനസ് യൂണിറ്റ്സ്, സെയിൽസ്, ഫിനാൻസ്, ഓപ്പറേഷൻസ് ഇതിനായിട്ടെല്ലാം അവർ ഇൻട്രാക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഡാറ്റ ഗവേണൻസ് ആൻഡ് കംപ്ലയൻസസ്, പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ്, പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്, ക്വാളിറ്റി അഷുറൻസ്, ഇങ്ങനെ. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും ഇനിയിപ്പോൾ ഞാൻ ഡാറ്റ സയൻറ്റിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് IBMൻ്റെതാണ്. 3 to 7 ഇയർ എക്സ്പീരിയൻസ് ഉള്ള കുറേ കമ്പനീസിൻ്റെതുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരിതിൽ പറയുന്നുണ്ട് അസോസിയേറ്റ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ള റോളിലാണുള്ളത്. ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് വാലിഡേറ്റിംഗ് ദ പ്രൊഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് മോഡൽസ്. ഇവർക്ക് ഡാറ്റ സയൻറ്റിസ്റ്റുള്ള ആളുകൾക്ക് മിക്കവാറും എല്ലാവർക്കും AI മോഡൽസ് ബിൽഡ് ചെയ്യേണ്ടത് ഒരു ടാസ്ക് ആയിരിക്കും. ഓക്കെ, ഡാറ്റ അനലിസ്റ്റിന് പൊതുവേ നമ്മളത് കാണൽ വളരെ കുറവാണ്. പക്ഷേ ചില കമ്പനീസിൽ അവരങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പൈത്തൺ അല്ലെങ്കിൽ R പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതിലുള്ള ഓപ്പൺ സോഴ്സ് ടൂൾസും കാര്യങ്ങളും ഉപയോഗിക്കുന്നത്, അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയേണ്ടി വരും. ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരിക്കും. ഇത് IBM ആണ്. ഇത് ടാറ്റ പവർ. ഇത് ടാറ്റൻ്റെ ആണ്. അവർ ടാറ്റ പവർ എന്ന് പറയുന്ന കമ്പനീൻ്റെതാണ്. അപ്പോൾ ആ ഡൊമൈനിലുള്ള നോളജ് അവർക്ക് ആവശ്യമുണ്ടാവും. പിന്നെ അവരുടേതായ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും, പൈത്തണിലുള്ള നോളജ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇൻഡസ്ട്രി ടൈപ്പ് പലതിൻ്റെ കേസിലും ഇൻഡസ്ട്രി ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് പവറാണ്, ഇത് ഇലക്ട്രിസിറ്റി, ടാറ്റൻ്റെ കമ്പനിയാണ്. അപ്പം മിക്കവാറും ഈ കേസിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും അവർ ഇൻഡസ്ട്രി ഏതാണെന്നുള്ളത്. ഇപ്പോൾ വിപ്രോൻ്റെ കേസിൽ, വിപ്രോ ഒരു സർവീസ് ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി ആയതുകൊണ്ട് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസിൻ്റെ അവർക്ക് ആവശ്യമുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലോ മറ്റുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മിക്കവാറും അവർ പറഞ്ഞിട്ടുണ്ടാകും ഏത് ഇൻഡസ്ട്രിക്കാണെന്നുള്ളത്. അപ്പോൾ ആ ഇൻഡസ്ട്രി നോളജ് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ പറഞ്ഞു BI, ബിസിനസ് ഇൻ്റലിജൻസ് ഡെവലപ്പർ എന്ന് പറഞ്ഞു. BI ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ BI ഡെവലപ്പർ പൊസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. BI ഡെവലപ്മെൻറ്റ് അനലിസ്റ്റ്, പവർ BI ഡെവലപ്മെൻറ്റ് പ്രൊഫഷണൽ. ഇതെല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് പവർ BI എന്ന് പറയുന്ന ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾ തന്നെ ഉപയോഗിക്കുന്നതാണ്. നമ്മളെ കോഴ്സിൽ ഓൾറെഡി നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഡാറ്റ അനലിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ BI ഡെവലപ്പർ പൊസിഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അവരുടെ റോൾ എന്ന് പറയുന്നത് BI ഡെവലപ്പർ റോൾ തന്നെയാണ്. ഓക്കെ, ഇതിൽ ശരിക്കും പവർ BI ഉപയോഗിച്ചുകൊണ്ട് ഡിസൈനിങ്, ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഇൻ്റലിജൻസ് സൊല്യൂഷൻസ്, കണക്റ്റിംഗ് ടു ഫ്രം ഡിഫറെൻറ്റ് ഡാറ്റ സോഴ്സിനായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ ഡിസൈനിങ്, ക്രിയേറ്റിംഗ് ഡാറ്റ മോഡൽസ്, ഡാഷ്ബോർഡ്സ്, റിപ്പോർട്ട്സ് എല്ലാം ബിൽഡ് ചെയ്യാം. എക്സിസ്റ്റിംഗ് പവർ BI സൊല്യൂഷൻസിനെ എൻഹാൻസ് ചെയ്യാം. സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിട്ട് വെച്ചാൽ ബിസിനസ് ലീഡേഴ്സിനായിട്ടെല്ലാം ഇൻട്രാക്ട് ചെയ്യാം. പൈപ്പ് ലൈൻസും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. സെക്യൂരിറ്റി, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക.
ട്രബിൾ ഷൂട്ടിങ്, ഡോക്യുമെൻറ്റേഷന്, എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ, അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവിങ്. ഇതെല്ലാം ശരിക്കും അവർ സ്കിൽസായിട്ട് അവരെ ജോബിൻ്റെ പോസ്റ്റിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ നമ്മൾ കമ്പനീസ് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിൽ ഇവരെ ഇൻഡസ്ട്രി ആയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് IT സർവീസ് ആൻഡ് ഇത് പിന്നെ ഡൈവേഴ്സ് ലിങ്ക്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി ആയിരിക്കും. അവർ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് എന്ന പ്രോജക്റ്റ് അവർ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇൻഡസ്ട്രി ടൈപ്പ് IT സർവീസ് ആൻഡ് കൺസൾട്ടിംഗ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓവറോൾ പറഞ്ഞു കൊണ്ടുവന്നത് ഈ ഡാറ്റ പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് ഡൊമൈൻ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് ഫോക്കസ് ശരിക്കും കൊടുക്കണം. അതേപോലെ തന്നെ ടൂൾസും മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നതും. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഡാറ്റ പ്രൊഫഷണൽസിൽ വരുന്ന ആരൊക്കെയാണ് ഇതിൽ വരുന്നത്, അവർ ഓരോരുത്തരെയും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും സ്കിൽസ് എന്താണ് വേണ്ടത്, അതിൽ ഏകദേശം ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്ന അപ്കോഡിൻ്റെ അപ്രോച്ച് എങ്ങനെയാണ്. നമുക്കറിയാം, നമ്മൾ ഡിഫറെൻറ്റ് റോൾസ് നോക്കി, ഡാറ്റ പ്രൊഫഷണൽസിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഫഷണൽസിനെ കുറിച്ച് നോക്കി. അപ്പം അപ്കോഡിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നൗക്കറിയിലുള്ള ഡിഫറെൻറ്റ് ജോബ് പോസ്റ്റുകളെല്ലാം നോക്കിയ സമയത്ത് നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടി. അപ്കോഡ് നിങ്ങൾക്കറിയാം, അപ്കോഡ് ഇൻഡസ്ട്രി എക്സ്പെർട്ടൈസ് അതിനെ ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് അതിൽ അറൗണ്ട് 17 അല്ലെങ്കിൽ 18 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതിനെ ലീഡ് ചെയ്യുന്നത്. അവർ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഡിഫറെൻറ്റ് സർവീസ് കമ്പനികളിൽ ഡിഫറെൻറ്റ് കമ്പനീസിൽ ഡിഫറെൻറ്റ് റോൾസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ നമ്മുടെ കീബോർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി കുറേ വർഷങ്ങളായിട്ട് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ക്ലയൻസിന് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന അവരുടെ ഡാറ്റയും കാര്യങ്ങളെല്ലാം എൻഡ് ടു എൻഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ ഇതെങ്ങനെയാണ് കാര്യങ്ങളുള്ളത്, അല്ലാതെ വെറുതെ ടൂൾസ് മാത്രം പഠിക്കുന്ന രീതിയിലല്ല. അപ്പം ശരിക്കും കീബോർഡിൻ്റെയും അപ്കോഡിൻ്റെയും ശരിക്കും എക്സ്പെർട്ടൈസ് ശരിക്കും നല്ല രീതിയിൽ നമ്മൾ അതിനെ നമ്മുടെ കരിക്കുലം സ്ട്രക്ചർ ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ റിയൽ വേൾഡ് റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട് തന്നെയാണ്, ശരിക്കും ഇൻഡസ്ട്രിയിലെ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ടൂൾസ് പഠിക്കുന്ന രീതിയിലല്ല. പല സ്റ്റുഡൻസും പഠിച്ചിട്ടുണ്ടാവും ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം കാഗിൽ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ നമുക്ക് കുറച്ച് ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇൻഡസ്ട്രിയിൽ പോകുന്ന സമയത്ത്, നിങ്ങൾ ഫീൽഡിൽ ജോലിക്ക് പോകുന്ന സമയത്ത് അങ്ങനെയല്ല ഉള്ളത്. അവിടെയുള്ള ഓരോ ഡൊമൈൻ പഠിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡൊമൈൻ ഫസ്റ്റ് മെത്തഡോളജിയാണ്. നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നിങ്ങളെ കൊണ്ടൊരു ഡൊമൈൻ അടുപ്പിച്ച് അതിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഡാറ്റ പ്രൊഫഷണൽസ് ഡാറ്റ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ബിസിനസ് നോളജ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതിൽ നിന്ന് ഡാറ്റ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡാറ്റ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അതിൽ വരിക, അതാണ് നമ്മൾ നമ്മൾ ലേണിങ്ങിൻ്റെ ഏറ്റവും സെൻട്രൽ പൊസിഷനായിട്ട് കിടക്കുക. അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ട ടൂൾസ്, അതിന് വേണ്ട ലാംഗ്വേജസ്, അതിന് വേണ്ടിയുള്ള കൊറീസ് എല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അതിൽ ഡൊമൈൻ ഫസ്റ്റ് മെത്തഡോളജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതേപോലെ ഓരോ സ്റ്റുഡൻസും സെലക്ട് ചെയ്യുന്ന ഡൊമൈൻസ് അത് അവരെ ഫാമിലി ബിസിനസ് ഉണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും പ്രിഫറൻസ്. അതേപോലെ അവരെ ഏതെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതിനാണ്. കാരണം അത് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ് ശരിക്കും റിയലി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ സ്റ്റേജിലും ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ അത് അവർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു റിയൽ പ്രോജക്റ്റായിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റേജസിലും നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ പഠിക്കുക ടൂൾസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ടൂൾസ് ഉപയോഗിക്കാനാണ് പഠിക്കുക. അല്ലാതെ ടൂള് മാത്രം ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളായിട്ടല്ല നിങ്ങൾ അപ്കോഡിൻ്റെ പ്രോഗ്രാം സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ പുറത്തിറങ്ങുക. ആ രീതിയിലാണ് നമ്മൾ ഇതിന് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പുറത്തിറങ്ങുക ഡൊമൈൻ പഠിക്കാൻ അറിയുന്ന, ഡൊമൈൻ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ്, ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ ആവാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങുക, സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ. ഓക്കെ, അപ്കോഡിൽ നമ്മൾ ഡാറ്റ സയൻസ് AML എന്ന് പറയുന്ന ഒരു സിംഗിൾ കോഴ്സ് ആക്കിയിട്ട്, ഒരു കോംപ്രിഹെൻസീവ് കോഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അങ്ങനെ മാറ്റാനുള്ള കാരണം, നിങ്ങൾ ആ കോഴ്സ് കഴിയുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഏറ്റവും മിനിമം നിങ്ങൾ ഈ 5 പൊസിഷൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ഇറങ്ങുന്നുണ്ടാവുക. ഒന്ന് BI ഡെവലപ്പർ, പവർ BI നമ്മൾ പഠിക്കുന്നുണ്ട്, എക്സൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് BI ഡെവലപ്പർ, ബിസിനസ് ഇൻ്റലിജൻസ് ഡെവലപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവുക, പ്രോജക്ട്സും ചെയ്യുന്നുണ്ടാവുക.
അതേപോലെ അപ്പോൾ നിങ്ങൾ ഈ ഡൊമൈൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൊമൈൻ തന്നെ നിങ്ങൾ എന്തായാലും പ്രൊജക്റ്റ് ചെയ്യും. അത് കൂടാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനാരിയോസ് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യേണ്ടി വരും. അതേപോലെ ഡാറ്റ അനലിസ്റ്റ്, അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടാണ് പുറത്തിറങ്ങുക. അതേപോലെ ഡാറ്റ സയൻറ്റിസ്റ്റ്, അതേപോലെ AML ഡെവലപ്പർ, പൈത്തൺ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് പൈത്തൺ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. പിന്നെ അതിൻ്റെ കൂടെ പൈത്തൺ ബാക്ക് ഡെവലപ്പർ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും കൂടെ ഇപ്പം APIസും കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് എൻഡ് ഡെവലപ്പറായിട്ട് പൈത്തൺ ബാക്ക് എൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൂടെ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 പൊസിഷൻസ്, ഏറ്റവും മിനിമം ഈ 5 പൊസിഷൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്കോഡിൻ്റെ ഡാറ്റ സയൻസ് AML കോഴ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഡാറ്റ പ്രൊഫഷൻ എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കമ്പനീൻ്റെ ബിസിനസ് ലീഡേഴ്സ്, അതേപോലെ അതിൻ്റെ ഡയറക്ടേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഇതുപോലുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇതിനെ കാണേണ്ടത്, നിങ്ങളെ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഇതിലൂടെ നടക്കണം. ഡൊമൈൻ പഠിക്കണം, ടൂൾസ് പഠിക്കുന്ന കാര്യങ്ങൾ, അതിന് വേണ്ടിയുള്ള പ്രോഗ്രാമിങ്ങും മറ്റുള്ള കാര്യങ്ങളും പഠിക്കുന്നത്, അതിൻ്റെ എല്ലാ സ്റ്റേജിലും നമ്മൾ നിങ്ങൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പക്ഷേ നിങ്ങൾ വേണ്ടത്, നിങ്ങളതിനെ സീരിയസ് ആയിട്ട് തന്നെ കാണണം, ടൈമും എഫേർട്ടും അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ മാജിക്കൊന്നും വർക്കൗട്ട് ആവില്ല. ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളാണിത് പഠിക്കുന്നതും ചെയ്യേണ്ട ആൾക്കാർ. അതിന് എക്സ്ക്യൂസും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഫെയിലാവും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഈ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു കോഴ്സ് ചെയ്ത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് ശരിക്കും ട്രാൻസ്ഫോർമേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എഫേർട്ട് ഇടണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രസൻറ്റേഷൻ സ്കില്ലും അതിനെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും കിട്ടും. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ആ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയിട്ടുള്ള ഒരു ഡാറ്റ പ്രൊഫഷണലായിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങേണ്ടത്. ഓക്കെ, നിങ്ങളൊരു കമ്പനിയിൽ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ BI ഡെവലപ്പർ പൊസിഷനിൽ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ അനലിസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. ഡാറ്റ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ശരിക്കും വേർത്തായിട്ട് ഫീൽ ചെയ്യണം. നിങ്ങൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അത് ലീഡിങ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് എത്താൻ പറ്റണം. എസ്പെഷ്യലി ഡാറ്റ സയൻസ് ഈ AML കോഴ്സിലേക്ക് വരുന്ന കൂടുതൽ ആളുകളും കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ടെക്നിക്കൽ സ്കില്ലും അതിന് വേണ്ടിയുള്ള റൈറ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലീഡിങ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങനെ പറ്റുന്ന രീതിയിൽ അതിന് ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങേണ്ടത്. എഫേർട്ട് ഇടുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.